നമസ്കാരം. ഞാൻ ഡോക്ടർ ശുഭ സുരേഷ്, CP ആയുർവേദ ഹോസ്പിറ്റൽ, റേറോ. കാൽമുട്ട് സന്ധി നമ്മുടെ ശരീരഭാരം താങ്ങുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. മുട്ട് മടക്കാനും നിവർത്താനും ഒക്കെ സഹായിക്കുന്നതും ഈ സന്ധിയാണ്. കാൽമുട്ടിന് വേദന അനുഭവിക്കുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. മുട്ടിലെ നീരും വേദനയും ഒക്കെ നിസ്സാരമായി കരുതി അവഗണിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇത് ഗുരുതരമായ പ്രശ്നമായി തീരാറുണ്ട്. മുൻപൊക്കെ പ്രായമായവരിലെ പ്രശ്നമായിരുന്നു മുട്ടുവേദന എന്നത്. കൂടുതലും പ്രായാധിക്യത്തിലുണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥികളുടെ തേയ്മാനം മൂലമായിരുന്നു മുട്ടുവേദന ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാകാം ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും ഒക്കെ മുട്ടുവേദന തുടങ്ങാറുണ്ട്. അമിതവണ്ണമുള്ള കുട്ടികളിലും ചിലപ്പോൾ മുട്ടുവേദന കാണുന്നു. മുട്ടുവേദന മൂലം ചലനം സാധ്യമാകാതെ വരുമ്പോൾ ഇത് മറ്റു പല രോഗങ്ങളിലേക്കും നയിക്കാം. വ്യായാമം കുറയുമ്പോൾ അമിതവണ്ണം ഉണ്ടാകാം. പ്രമേഹം, അമിതമായ കൊളസ്ട്രോൾ, BP എന്നിവ ഉണ്ടാകാം. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ വിരാമത്തോടു കൂടിയാണ് പൊതുവെ മുട്ടുവേദന ആരംഭിക്കുന്നത്. അതായത് ഒരു 40 വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് മുട്ടുവേദന തുടങ്ങാറുണ്ട്. ഇത് ഓസ്റ്റിയോപൊറോസിസ് മൂലമാകാം, അല്ലെങ്കിൽ മുട്ടുകളുടെ സവിശേഷപരമായ ഘടനകളുണ്ടാകാം. പൊണ്ണത്തടിയുള്ളവരിൽ ഈ മുട്ടുവേദന കുറച്ചുകൂടി നേരത്തെ ഉണ്ടാവാറുണ്ട്. മുട്ടുവേദനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മുട്ടിൻ്റെ ഘടന ഒന്ന് ഏകദേശം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മുട്ടിൻ്റെ സന്ധിയിൽ പ്രധാനമായും 3 അസ്ഥികളാണ് ഉള്ളത്. തുടയെല്ല് അഥവാ ഫീമർ, കണങ്കാലെല്ല് അഥവാ ടിബിയ, പിന്നെ മുട്ടുചിരട്ട എന്നറിയപ്പെടുന്ന പെറ്റല്ല. ഇതിൽ മുട്ടുചിരട്ടയുടെ സ്ഥാനം മുട്ടിൻ്റെ മുൻഭാഗത്താണ്. ഇത് ഒരു അഭിഘാതങ്ങളിലൊക്കെ സംരക്ഷിക്കുന്ന ഒന്നായിട്ടാണ് വർത്തിക്കുന്നത്. ഈ അസ്ഥികളെ കൂടാതെ തരുണാസ്ഥികളും ഉണ്ട്. തരുണാസ്ഥികൾ പ്രധാനമായും 2 എണ്ണം ഉണ്ട്. അതിൽ മെനിസ്കസ് എന്ന് പറയുന്നത് മുട്ടിൻ്റെ ഈ 2 അസ്ഥികൾ, തുടയെല്ലിനും കണങ്കാലിനും ഇടയിലുള്ള ഒരു പാഡ് പോലെ മിനുസമുള്ള ഒരു അസ്ഥിയാണ്. അതുപോലെ ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന തരുണാസ്ഥി മുട്ടിൻ്റെ 3 അസ്ഥികളിലും കാണപ്പെടുന്നുണ്ട്. ഈ തരുണാസ്ഥികൾ മുട്ടിൻ്റെ ചലനം സുഗമമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. മുട്ടിൽ ഉള്ള ചലനവള്ളികളാണ്, അല്ലെങ്കിൽ പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഭാഗങ്ങളാണ് ലിഗമെൻറ്റുകൾ. 4 തരം ലിഗമെൻറ്റുകളാണ് മുട്ടിൻ്റെ സന്ധിയിൽ പ്രധാനമായും ഉള്ളത്. ഇത് മീഡിയൽ ആൻഡ് ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെൻറ്റും ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റും ഇതിൽപ്പെടുന്നു. മുട്ടിന് ദൃഢതയും ബലവും നൽകാൻ ലിഗമെൻറ്റുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുട്ടിന് ചുറ്റും ദ്രാവകം നിറഞ്ഞ അറകളുണ്ട്. ഇവയാണ് ബഴ്സ എന്നറിയപ്പെടുന്നത്. ഇത് മുട്ടിൻ്റെ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. മുട്ടിൻ്റെ ചലനം സാധ്യമാക്കുന്ന പ്രധാനപ്പെട്ട 2 പേശികളാണ് ഹാംസ്ട്രിങ് മസിൽസും ക്വാഡ്രിസെപ്സ് മസിൽസും. മുട്ട് മടക്കാനും നിവർത്താനും ഒക്കെ സഹായിക്കുന്നത് ഈ മസിലുകളാണ്. കാൽമുട്ടിൻ്റെ വേദനയ്ക്ക് പല കാരണങ്ങളുമുണ്ട്. ഇത് പ്രധാനമായും അസ്ഥി സംബന്ധമായത്, തരുണാസ്ഥി സംബന്ധമായത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. മുട്ടിനേൽക്കുന്ന പല അഭിഘാതങ്ങളും അല്ലെങ്കിൽ വീഴ്ചകൾ അല്ലെങ്കിൽ അപകടങ്ങൾ, ഇതൊക്കെ മുട്ടിൻ്റെ അസ്ഥികൾക്ക് ക്ഷതമുണ്ടാക്കാം. മുട്ടിൻ്റെ അസ്ഥിയിലുണ്ടാകുന്ന ക്യാൻസർ, പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ്, മറ്റു ചില പ്രമേഹം പോലുള്ള മറ്റു ചില രോഗങ്ങൾ, ആർത്രൈറ്റിസ് രോഗങ്ങൾ, ഇവയൊക്കെ മുട്ടിൻ്റെ സന്ധിയെ ബാധിക്കുന്നതാണ്. മുട്ടിൻ്റെ ചിരട്ട ചിലരിലും ഇടയ്ക്കിടയ്ക്ക് തെന്നി മാറാറുണ്ട്. ഇതിങ്ങനെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പിന്നിലുള്ള തരുണാസ്ഥിക്ക് നാശമുണ്ടാക്കുകയും മുട്ടുവേദനയ്ക്ക് ഇടയാക്കുകയും ചെയ്യുന്നു. ഇത് പിന്നീട് ഓസ്റ്റിയോ ആർത്രൈറ്റിസിലേക്ക് നയിക്കും. മുട്ടിൻ്റെ ലിഗമെൻറ്റുകൾ ബലം കുറയുകയോ അതിന് പരിക്ക് പറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടിൻ്റെ അസ്ഥികൾ തെന്നി മാറാൻ ഇടയാക്കുന്നു. ഓടുമ്പോഴും ചാടുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും ഒക്കെ ലിഗമെൻറ്റുകൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ പേശികളിൽ ഉണ്ടാക്കുന്ന നീർക്കെട്ട്, പേശികളിൽ അമിത സമ്മർദ്ദം മൂലം വലിച്ചിലുണ്ടായി പൊട്ടലുണ്ടാക്കാനും അതുമൂലം പേശി വേദന ഉണ്ടാക്കാനും ഇടയാകുന്നു. മെനിസ്കസിൻ്റെ തകരാറ് മൂലം മുട്ടുവേദന ഉണ്ടാകാം. അതുകൂടാതെ യൂറിക് ആസിഡ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ് പോലുള്ള പരലുകൾ അടിഞ്ഞുകൂടിയിട്ടും വേദന പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മുട്ടിന് ചുറ്റുമുള്ള കാവിറ്റിയിൽ, ബഴ്സയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടായിട്ട് ബഴ്സൈറ്റിസ് എന്നൊരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതുപോലെ മുട്ടിനെ നേരിട്ട് ബാധിക്കുന്നതല്ലെങ്കിലും നട്ടെല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നട്ടെല്ലിൽ കൂടി കടന്നു പോകുന്ന നാഡികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇടുപ്പിലിൻ്റെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ പിന്നീട് മുട്ടിനെ ബാധിക്കാറുണ്ട്. അതുപോലെ മറ്റൊന്നാണ് മുട്ടിൻ്റെ സൈനോവിയൽ മെമ്പറൈനുണ്ടാകുന്ന നീർക്കെട്ട്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥ തന്നെ സൈനോവിയൽ മെമ്പറൈനെ കോശങ്ങളെ നശിപ്പിക്കുകയും അതിന് മൂലമുണ്ടാകുന്ന ചില പ്രോട്ടീനുകൾ സൈനോവിയൽ സ്തരത്തിൻ്റെ കട്ടി കൂട്ടുകയും അത് പിന്നീട് മുട്ടിൻ്റെ ഡാമേജിന് കാരണമാവുകയും ചെയ്യുന്നു. മുട്ടിന് പിന്നിൽ നീർക്കെട്ട് മൂലം ചെറിയ മുഴ രൂപാന്തരപ്പെടുന്നു. ഇതാണ് ബേക്കേഴ്സ് സിസ്റ്റ്. ഇതുമൂലം മുട്ട് മടക്കാനും നിവർത്താനും ഒക്കെ പ്രയാസം നേരിടുന്നു. മുട്ടിൻ്റെ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുന്നതിന് എക്സ്റേ, MRI, CT സ്കാൻ ഇവയൊക്കെ ഉപയോഗിക്കാം. മുട്ടിൻ്റെ ചികിത്സ നോക്കുകയാണെങ്കിൽ രോഗിയുടെ അവസ്ഥ, രോഗത്തിൻ്റെ തീവ്രത, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത്. ആയുർവേദത്തിൽ മുട്ടുവേദനയ്ക്ക് ഫലപ്രദമായ പല ചികിത്സകളുമുണ്ട്. മുട്ടിൻ്റെ വേദനയ്ക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ആയുർവേദത്തിൽ ചികിത്സ നിശ്ചയിക്കുന്നത്. തുടക്കത്തിൽ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളായ കഷായങ്ങൾ, അതായത് ഗുൽഗുലുക്താൻ കഷായം, രാസ്നേരണ്ടാതി കഷായം, നന്നൊന്നരം കഷായം, ഇങ്ങനെ പലതരം കഷായങ്ങളും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. പിന്നെ പലർക്കും ഒരു ധാരണയുണ്ട് മുട്ടിന് എന്ത് വന്നാലും ഒരു തൈലം പുരട്ടി ചൂട് പിടിച്ചാൽ മതിയെന്ന്. എന്നാൽ ഇത് പലപ്പോഴും
കൂടുതൽ അപകടത്തിലേക്കാണ് നയിക്കുക. പ്രധാനമായും മുട്ടിന് വേദനയോ നീർക്കെട്ടോ ഉള്ള സമയത്ത് ഇത്തരം തൈലം പുരട്ടി ചൂട് പിടിക്കുന്നത് താൽക്കാലിക ആശ്വാസം കിട്ടുമെങ്കിലും പിന്നീടത് രോഗം ഗുരുതരമാകാനും കാരണമാകും. വളരെ കാലം നീണ്ടു നിൽക്കുന്ന വേദനകളിലും അസ്ഥികൾക്ക് കാര്യമായ തകരാറുകൾ സംഭവിച്ചിരുന്ന അവസ്ഥയിലും നമുക്ക് കിടത്തി ചികിത്സയും ഗുണപ്രദമാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പലതരം കിഴികൾ, ഇലക്കിഴി, ഞവരക്കിഴി, പൊടിക്കിഴി, നാരങ്ങാക്കിഴി, ഇതൊക്കെ നല്ല ആശ്വാസം കിട്ടുന്ന ചികിത്സകളാണ്. അതുപോലെ മുട്ടിന് പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ, നാഗരാതി ചൂർണം, കുട്ടൻചുക്കാതി ചൂർണം മുതലായി ഉപയോഗിച്ചുള്ള ലേപനങ്ങൾ വളരെ നല്ലതാണ്. ഇതുകൂടാതെ മുട്ടിന് ചുറ്റും തളം കെട്ടി അതിൽ തൈലം ചൂടാക്കി ചെയ്യുന്ന ജാനുവസ്തി, ജാനുധാര, മാത്രാവസ്തി, കഷായവസ്തി ഇവയൊക്കെ മുട്ടുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടുന്ന ചികിത്സാ രീതികളാണ്. മുട്ടുവേദനയുള്ളവർ മുട്ടിൻ്റെ പേശികൾക്ക് ബലം കിട്ടുന്നതും അസ്ഥികളുടെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതുമായ ചില വ്യായാമങ്ങൾ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ തടി കൂടാതിരിക്കാനുള്ള ഭക്ഷണക്രമങ്ങൾ, മുട്ടിൻ്റെ എല്ലുകളുടെ ആരോഗ്യത്തിനുള്ള ചില ഭക്ഷണങ്ങളൊക്കെ ശീലിക്കുകയാണെങ്കിൽ മുട്ടുവേദന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാവുന്നതാണ്. മുട്ടുവേദനയുടെ തുടക്കത്തിൽ ചെറിയ ചുവപ്പോ നീരോ വേദനയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായ രീതിയിലുള്ള ആയുർവേദ ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ മുട്ടിൻ്റെ സൈനോവിയൽ ഫ്ലൂയിഡ് വറ്റിപ്പോകുന്നതൊക്കെ ഒഴിവാക്കി പിന്നീടത് മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിലേക്ക് നീങ്ങാതെ തന്നെ പരിഹരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.